നമസ്കാരം മക്കളെ, നമുക്ക് പഠിക്കാം. ഇന്ന് സാധാരണത്തെ പോലെ വാക്കുകളോ ചിഹ്നങ്ങളോ എഴുതി പഠിക്കുകയല്ല നമ്മൾ ചെയ്യുന്നത്. ഇതുവരെ നമ്മൾ പഠിച്ചിട്ടുള്ള ചിഹ്നങ്ങളും അക്ഷരങ്ങളുമൊക്കെ വെച്ചിട്ടുള്ള ഒരു ഡിക്റ്റേഷൻ അഥവാ കേട്ടെഴുത്ത് എഴുതാൻ ശ്രമിക്കുകയാണ്. ഞാൻ ഓരോ വാചകങ്ങളായി പറയും. നിങ്ങൾ ശ്രദ്ധയോടെ ഓരോ വാചകങ്ങളും കേട്ട് ഒരു പേപ്പറിൽ എഴുതി നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ മനഃപ്പാഠമാക്കിയോ തെറ്റുകൂടാതെ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുന്നുണ്ടോ എന്ന് സ്വയം വിലയിരുത്താനായിട്ടാണ് ഇങ്ങനെയൊരു കേട്ടെഴുത്ത് നമ്മൾ എഴുതാൻ പോകുന്നത്. ഓരോ വാചകങ്ങളായി ഞാൻ പറയാം. വൃത്തിയായി ഓരോ വാചകങ്ങളും എഴുതാൻ ശ്രമിക്കണം. ആദ്യത്തെ വാചകം പുള്ളികളുള്ള പുലിയാണ്. പുള്ളികളുള്ള പുലിയാണ്. രണ്ടാമത്തെ വാചകം ചക്ക വിൽക്കാനായി ചാക്കിലിട്ടു. ചക്ക വിൽക്കാനായി ചാക്കിലിട്ടു. മൂന്നാമത്തെ വാചകം ഈച്ചയും പൂച്ചയും പാല് കുടിച്ചു. ഈച്ചയും പൂച്ചയും പാല് കുടിച്ചു. നാലാമത്തെ വാചകം കുട്ട നിറച്ച് മുട്ടയുമായി കിട്ടു വന്നു. കുട്ട നിറച്ച് മുട്ടയുമായി കിട്ടു വന്നു. കുട്ട നിറച്ച് മുട്ടയുമായി കിട്ടു വന്നു. അടുത്ത വാചകം പത്ത് പത്താഴത്തിലും വിത്താണ്. പത്ത് പത്താഴത്തിലും വിത്താണ്. പത്ത് പത്താഴത്തിലും വിത്താണ്. അടുത്ത വാചകം പപ്പയും അപ്പുവും കാപ്പി കുടിച്ചു. പപ്പയും അപ്പുവും കാപ്പി കുടിച്ചു. അടുത്ത വാചകം ഉണ്ണിയും കണ്ണനും മണ്ണ് വാരി. ഉണ്ണിയും കണ്ണനും മണ്ണ് വാരി. ഉണ്ണിയും കണ്ണനും മണ്ണ് വാരി. അടുത്ത വാചകം ഇന്ന് ആരാണ് മരുന്ന് തന്നത്. ഇന്ന് ആരാണ് മരുന്ന് തന്നത്. ഇന്ന് ആരാണ് മരുന്ന് തന്നത്. അടുത്ത വാചകം അമ്മുവിന് അമ്മായി കമ്മല് തരും. അമ്മുവിന് അമ്മായി കമ്മല് തരും. അമ്മുവിന് അമ്മായി കമ്മല് തരും. അടുത്ത വാചകം ഊണിന് മീനാണ് കറി വച്ചത്. ഊണിന് മീനാണ് കറി വച്ചത്. ശരിയായ വാചകങ്ങൾ അടുത്ത ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങൾ എഴുതിയ വാചകങ്ങളും ശരിയായ വാചകങ്ങളും താരതമ്യപ്പെടുത്തി നോക്കി നിങ്ങൾക്ക് സ്വയം നിങ്ങളുടെ പഠന പുരോഗതി വിലയിരുത്താവുന്നതാണ്. അടുത്ത ക്ലാസ്സിൽ കാണാം. നമസ്കാരം.